മാനന്തവാടിയിൽ കർഷകനെ കൊന്ന കാട്ടാന ബേലൂർ മഖനയെ വെടിവെക്കാനുള്ള ദൗത്യം 5ാം ദിവസവും തുടരുന്നു. പുലർച്ചെ 5:30യോടെ ആരംഭിച്ച ദൗത്യം ഇപ്പോൾ ബേഗൂർ വനമേഖലയിൽ പുരോഗമിക്കുകയാണ്. അതേസമയം ആന തമ്പടിച്ചിരിക്കുന്ന പ്രദേശത്തെ 5 വാർഡുകളിൽ നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ബേലൂർ മഗ്ന 5ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ദൗത്യസംഘത്തിന് അനുകൂല ഘടകങ്ങൾ ഏറെയാണ്. മഗ്നക്കൊപ്പമുണ്ടായിരുന്ന മോഴയാനയുടെ സാന്നിധ്യം ഇപ്പോഴില്ല എന്നതും കുറ്റിക്കാടുകൾ താരതമ്യേന കുറഞ്ഞ സ്ഥലത്താണ് ആന ഇപ്പോഴുള്ളതെന്നതും അനുകൂല ഘടകങ്ങളാണ്. എന്നാൽ ആന നിലയുറപ്പിച്ച പ്രദേശത്ത് മറ്റ് വന്യജീവികളുടെ സാന്നിധ്യമുള്ളത് വെല്ലുവിളിയാണ്. മഗ്നയെ തുറസായ സ്ഥലത്തേക്ക് തുരത്തി മയക്കുവെടിവെക്കാനാണ് ദൗത്യസംഘത്തിന്റെ തീരുമാനം. അതേസമയം ആനയുടെ സാന്നിധ്യമുള്ള തിരുനെല്ലി പഞ്ചായത്തിലെ 5 വാർഡുകളിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കുതിരക്കോട്, പനവല്ലി, ആലത്തൂർ, ബേഗൂർ, ചേലൂർ വാർഡുകളിലാണ് നിരോധനാജ്ഞ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ് ഇന്നുള്ളതെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ മയക്കുവെടിവെക്കാൻ ഏറ്റവും അനുയോജ്യമായ സാഹചര്യത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ദൗത്യസംഘം. കൈരളി ന്യൂസ്, വയനാട്. വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ തീരുമാനം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് CCF റാങ്കിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ തീരുമാനിച്ചത്. CCFന് കൂടുതൽ അധികാരം നൽകാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ സമീപിക്കും. വിവരങ്ങളുമായി നൃപൻ ചേരുകയാണ്. നൃപൻ, വിശദാംശങ്ങൾ. ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്യജീവി മനുഷ്യ സംഘർഷവുമായി ബന്ധപ്പെട്ട് വയനാട്ടിലെ പ്രശ്നത്തിൽ ജനപ്രതിനിധികളുടെ യോഗമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്നത്. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വയനാട്ടിൽ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ സർക്കാർ തീരുമാനിച്ചു എന്നതാണ്. CCF റാങ്കിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥനെയാണ് വയനാട്ടിൽ നിയമിക്കാൻ മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ ചേർന്ന ജനപ്രതിനിധി യോഗം ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്. വയനാട്ടിലെ വന്യജീവി സംഘർഷത്തിൽ കൂടുതൽ ഇടപെടലാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗത്തിലെ തീരുമാനങ്ങൾ ഈ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു. അതിന്റെ തുടർ നടപടികളും യോഗത്തിൽ വിശദമായി ചർച്ച ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനപ്രതിനിധികൾ ഈ മയക്കുവെടി വയ്ക്കുന്നതിന്റെ ഉത്തരവിറക്കുന്നതിൽ കാലതാമസമുണ്ട് എന്ന് അവിടെ നിന്ന് യോഗത്തിൽ പങ്കെടുത്ത ജനപ്രതിനിധികൾ യോഗത്തിൽ ഉന്നയിച്ചു. ഇതിനെ തുടർന്ന് ഉത്തരവുകൾ വേഗത്തിലാക്കാൻ ഉള്ള തീരുമാനം യോഗത്തിൽ ധാരണയായി. ഒപ്പം തന്നെയാണ് ഞാൻ നേരത്തെ ആവണി സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നേരത്തെ ചേർന്നിരുന്ന ഉന്നതതല യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ ഓരോന്നോരോന്നായി ഇന്നത്തെ യോഗത്തിൽ വിലയിരുത്തി. വന്യജീവികളെ നേരിടുന്നതിനായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ നിയമവകുപ്പും അഡ്വക്കേറ്റ് ജനറലുമായി പരിശോധിക്കുക. വയനാട്ടിൽ റവന്യൂ, പോലീസ്, ഫോറസ്റ്റ് വകുപ്പുകൾ ചേർന്ന് കമാൻഡ് കൺട്രോൾ സെന്ററുകൾ കൊണ്ടുവരിക. വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ തീരുമാനമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് CCF റാങ്കിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ നിയമിക്കാൻ തീരുമാനിച്ചത്. വിശദാംശങ്ങളാണ് നൃപൻ നൽകിയത്.